സൃഷ്ടി കഴിവ് വിശദമായി പറഞ്ഞു ഇവിടെ പല പ്രാവശ്യം. പ്രാർത്ഥനയിൽ മനുഷ്യ കഴിവിന് അതീതം, സൃഷ്ടി കഴിവിന് അതീതം എന്നൊക്കെ ഉള്ളത് നമ്മൾ വക മാറ്റി പറഞ്ഞതാണ്. മനുഷ്യ കഴിവിനപ്പുറന്നേ പറയേണ്ട ആവശ്യമുള്ളൂ, സൃഷ്ടി കഴിവിനപ്പുറന്ന് പറയേണ്ട ആവശ്യമില്ലാതെ നമ്മളിവിടെ വിശദമായി വായിച്ചു. സൃഷ്ടി കഴിവ് എന്ന് എഴുതിയ കെ എം മൗലവിയുടേത്, വക്കം മൗലവിയുടേത്, അമാനി മൗലവിയുടേത്, ഉമർ മൗലവിയുടേത്, പി കെ മൂസ മൗലവിയുടേത്, കുഞ്ഞീദ് മദനിയുടേത്, എ പി അബ്ദുൽ ഖാദർ മൗലവിയുടേത് തുടങ്ങി എത്രയാണ് നമ്മൾ വായിച്ചത്. മനുഷ്യ കഴിവിനപ്പുറത്ത് എന്നുള്ളത് ഞങ്ങൾ മാറ്റി പറഞ്ഞതാണ് എന്ന് ഞങ്ങളുടെ മേലിൽ അവർ ആരോപണം ഉന്നയിച്ചു എന്നാണ് ഫൈസൽ പറഞ്ഞത്. അഥവാ നമ്മൾ അവരുടെ മേൽ ആരോപണം ഉന്നയിച്ചതാണ്, ഞങ്ങളല്ല അത് പറഞ്ഞത്. നേരത്തെ പറയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ സൃഷ്ടികളുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പച്ച നുണയാണ്. നോക്കൂ നിങ്ങൾ, ഉമർ മൗലവിയുടെ തർജുമാനുൽ ഖുർആനുണ്ട്. അത് ഉമർ മൗലവിയുടെ മകൻ അതിൽ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഏതായാലും പേര് ഉമർ മൗലവിയുടേതാണ് തർജുമാനുൽ ഖുർആനിൽ. ആ തർജുമാനുൽ ഖുർആനിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഉമർ മൗലവി കൊടുത്ത ഭാഗം നോക്കൂ നിങ്ങൾ. ഇവിടത്തെ സന്ദേഹ നിവാരണത്തിന് വേറെ ഒരു മാർഗമുണ്ട്. മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് മനുഷ്യർ പരസ്പരം സഹായിക്കാമെന്ന് വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല. അഥവാ മനുഷ്യരുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ മനുഷ്യർ പരസ്പരം സഹകരിച്ചാലും നിറവേറാത്ത കാര്യങ്ങൾ ആരോടെ ചോദിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇതാണ് വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഉദാഹരണം വീണ്ടും പറയാണ്, രോഗശമനത്തിന് മരുന്ന് കഴിക്കൽ മുതലായ കാര്യങ്ങൾ പരസ്പരമുള്ള സഹായത്താൽ നിറവേറും. എന്നാൽ രോഗം ശമിക്കാനായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, നേർച്ചക്കാരോടും മറ്റും പാടില്ല. അപ്പോൾ ചികിത്സയെ സംബന്ധിച്ച് ഡോക്ടറോടും ആശുപത്രി നടത്തുന്നവരോടും അവരുടെ കഴിവിൽപ്പെട്ട വിഷയങ്ങളിൽ സഹായം തേടുന്നതിൽ വിരോധമില്ല. മനുഷ്യൻ്റെ കഴിവിൻ്റെ മേഖലക്കപ്പുറത്ത് സഹായം തേടൽ, പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ.